ദേവി ഭഗവതി എന്റെ മക്കളുടെ പഠിത്തം അങ്ങ് ഏൽപ്പിക്കുകയാണേ. അതുപോലെ ഇവളുമാരുടെ വായിൽ നിന്ന് നല്ലത് മാത്രം വരുത്തണേ, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കില്ലേ. മക്കളെ ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് പോട്ടെ. അയ്യോ, എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്നൊന്നും പൊക്കൂടാ. ബാ, ഇതൊരു മീറ്റിംഗ് കൂടിയാണ്. പൂജയൊക്കെയാണ്, 2 ദിവസം അവധിയാണ്, എല്ലാരും ഫ്രീ ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സമയമാണ്. എനിക്കാണെങ്കിൽ ഈ വീട്ടിൽ ഒരുപാട് പണിയുള്ളതാണ്. അപ്പൊ വീട്ടിലെ പണിയെല്ലാം നിങ്ങൾ എല്ലായിടത്തും ഈക്വൽ ഷെയറിൽ ഞാൻ വീതിച്ചങ്ങ് തരും. എല്ലാരും നല്ല വെട്ടിപ്പായിട്ട് അങ്ങ് ചെയ്തു തന്നോളണം. ഞാനും ചെയ്യണോ? അയ്യോ എല്ലാരും അത് പറ്റൂല. എന്ത് അമ്മ, വർഷത്തിൽ 2 ദിവസമാണ് പുസ്തകവും പേനയൊക്കെ എനിക്ക് മാറ്റി വെച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടണം. അത് അമ്മ ഇങ്ങനെ നശിപ്പിക്കല്ലേ അമ്മ, പ്ലീസ്. പറയുന്ന കേട്ട് കഴിഞ്ഞാലേ ഇവള് പഠിച്ചു പഠിച്ചങ്ങ് കൊമ്പത്തെത്തിയ പോലെയാണ്. അച്ഛൻ പഠിച്ച് അങ്ങ് കൊമ്പത്തല്ലേ പോയത്. ആരും ഒന്നും പറയണ്ട, അതങ്ങ് കൃത്യമായിട്ട് അങ്ങ് ചെയ്തു തന്നാ മതി. ഓക്കെ, അതൊക്കെ ചെയ്ത് തരാം. ഇപ്പൊ ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ഓ ശരി ശരി മാമ. കണ്ട ഇടുക്കനാണ് മാമ. അച്ഛാ പറച്ച എന്തോന്ന് പറയാ, മണി പറഞ്ഞ പണി എല്ലാരും കൂടെ ചെയ്തച്ചാ മതി. അത്രേ ഉള്ളൂ. ആ പിന്നെ മണി എന്നെ ഇതിന്ന് ഒഴിവാക്കണം. അത് ഇയാളെല്ലാരും പെടൂല്ലേ? പെടൂലെന്ന് വെച്ചാലേ ഏത് അവധി വന്നാലും എനിക്ക് നിറച്ചു പണിയാണ്. ഇപ്പൊ തന്നെ കുറെ ഫയലുകൾ നോക്കാണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിലെ പണിയും ഓഫീസിലെ പണിയും ബാലൻസ് ചെയ്യണം. അതാണ് ഗൃഹനാഥന് വേണ്ടത്. ഫയലേ ഞാൻ തന്നതല്ല, ബാങ്കിൽ നിന്ന് തന്നതാ. 2 ദിവസം അവധിയാണല്ലോ, വീട്ടിലെ കാര്യം നോക്കിയാൽ മതി. ഇപ്പൊ അവധിയാണ്, ഒത്തിരി പണിയുണ്ടെന്ന് അതില്. മിണ്ടിപ്പോരുത് കേട്ടല്ലോ. തരുന്ന പണി അങ്ങ് ചെയ്താൽ മതി. നിന്നോടും കൂടി ചേർത്താ. അതെ, അപ്പൊ ലിസ്റ്റ് ആരൊക്കെ എന്തൊക്കെ പണി ചെയ്യണം എന്നുള്ളത് ഞാൻ അറിയിക്കുന്നതായിരിക്കും. അതനുസരിച്ചിട്ട് അങ്ങോട്ട് ചെയ്തു തുടങ്ങണം. ഞാൻ ഇവർ എല്ലാവരും പണിയുണ്ടോ ഞാൻ കട്ടക്ക് നോക്കിക്കോളാം. അല്ല, നിനക്കുള്ള പണി വേറെ ഉണ്ട് കേട്ടോ, അത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് ചെറിയ പണി എല്ലാവർക്കും ഒരേപോലെ. ലിസ്റ്റാ? എന്താണിത്? ലിസ്റ്റൊക്കെ നിങ്ങൾക്ക് എനിക്ക് എന്നെ ഒഴിവാക്കും. എനിക്ക് വേറെ ഒന്നുമില്ല, ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാൻ തന്നെ. അത് നിങ്ങളങ്ങ് ചെയ്ത് വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. മാമ ഞാൻ ചെയ്യൂലെണ്ണ, ചുമ്മാ നിങ്ങൾ ചെയ്യാൻ വേണ്ടി. കുട്ടിയെടുത്താണ് കളി, നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുള്ളൂ. നിങ്ങളെ കൊണ്ട് ഞാനും ചെയ്യിപ്പിക്കും. ചുമ്മാ ഇരിക്കും, എനിക്ക് ഒത്തിരി പണിയുള്ളതാണ്. അതുപോലെ എനിക്ക് ഒരുപാട് പണിയുണ്ട്. നിനക്കത് ചുമ്മാ ഇരിക്കാനല്ലേ, ഉണ്ണിയാമനായിട്ട് വഴക്കൊടുക്കൊണ്ടിരിക്കാനല്ലേ? അതൊന്നുമല്ല, 365 ദിവസം ഉണ്ടെങ്കിൽ അത്ര ദിവസം പണിയെടുത്തോണ്ടിരിക്കണവനാണ് ഞാൻ. ഏത് പണി? കുഴി മടിയ ബ്രെയിൻ വർക്ക്. എന്ന് ഞാൻ ഒരു കാര്യം ചെയ്യാം, കടയിൽ പോണ കാര്യം ഞാൻ നോക്കാം. അതാകുമ്പോ എളുപ്പ പണി. അല്ലെങ്കിലും കടയിൽ നിന്റെ അച്ഛൻ തന്നെ പോണത്. അതിന് പണിയല്ല തറഞ്ഞൂടാ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടാ, എന്നെ എക്സെപ്ഷൻ ഉണ്ട്. എനിക്ക് എന്നെ വിടും ചേട്ടത്തി, എന്നെ ആദ്യം ഒരു ജോലി ചെയ്യിപ്പിക്കും. അയ്യോ അതെന്ത്? അതാണ് നമ്മൾ തമ്മിലുള്ള ഇരിപ്പോശം. നല്ല പക്ഷെ നീ ഉണ്ടല്ലോ, നീ ഇവിടെ കംപ്ലീറ്റ് തറയും തുടച്ച് മറ്റേ ഡിസിൻഫെക്ടർ ക്ലീനർ ഒക്കെ വെച്ച് ക്ലീൻ ചെയ്ത് കർട്ടനും നീ ഇവിടെ കഴുകിയിടണം. അമ്മ അങ്ങനെ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കണേ. അമ്മയ്ക്ക് അറിയാം ഞാൻ പഠിക്കുന്ന ഒരു കൊച്ചാണ്, കുറച്ച് റെസ്റ്റ് ഒക്കെ വേണം. കുറച്ച് റെസ്റ്റ്. എന്തിന്റെ റെസ്റ്റ്? നിന്റെ വായ്ക്കും വയറിനാണ് റെസ്റ്റ് വേണ്ടത്. നീ ഒരു കാര്യം ചെയ്യാ, ബുക്കിന് പോരെ നീ ആ വായും വയറും കൊണ്ട് പൂജ വയ്ക്കാത്തുണ്ട്. അയ്യോ ഇത് മുറിച്ച് വെക്കാൻ പറ്റിയില്ല. മുറിക്കണ്ട, മൊത്തത്തിൽ കൊണ്ട് വെച്ചാൽ ബാക്കിയുള്ള പണി തരാൻ വേണ്ടി മാറിക്കൊണ്ട് സ്ഥിരം ഒന്നും പറയാനില്ല എനിക്ക്, ഞാൻ പോണം. എന്തമ്മാ? നീയേ പോയിട്ട് ബാക്കി എല്ലാരും വിളിച്ചോണ്ട് വാ. ഇതിനാണ് എന്നെ വിളിച്ചത്? എന്താ പിന്നെ നേരത്തെ പറഞ്ഞ അവിടെ ഞാൻ വിളിച്ചോണ്ട് വരൂലായിരുന്ന? അപ്പൊ പറയാൻ എനിക്ക് തോന്നിയില്ല, ഇപ്പൊ പറഞ്ഞു. നീ പോയി വിളിച്ചിട്ടോ. അപ്പോ അപ്പോ അങ്ങനെ വിളിക്കേണ്ടി വന്നില്ല, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. വയ്യമ്മ വയ്യമ്മ, എനിക്ക് എപ്പോഴും വയ്യ വയ്യ വയ്യ. എപ്പോഴാണ് വയ്ക്കും എന്ന് പറയണത്? തടിയാ. ഞാൻ പറഞ്ഞില്ലേ പൂജ അവധിയാണ്, പൂജയെ പ്രമാണിച്ച് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഓരോ പണി തരാന്ന്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് തീരുമാനമാക്കിയിട്ടുണ്ട്. എനിക്കൊരു പയ്യാടി ആണല്ലേ, അതിനുള്ള മരുന്ന് ഞാൻ പറഞ്ഞുതരാം നിനക്ക്. ഇപ്പൊ ഡ്യൂട്ടി അസൈൻ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ്. റൂമിനകത്തുള്ള പൊടി മാറാലേക്ക് തട്ടി നല്ല ജനലേക്ക് നല്ല വൃത്തിയായിട്ട് തുടക്കണം. അപ്പോഴേ പൊടി അടിച്ചാക്കും. അപ്പൊ എല്ലാ പൊടിയും അടിച്ച് മാറാലേക്ക് തട്ടി തുടക്കേണ്ട ഡ്യൂട്ടി രവി ഏട്ടനെ. എല്ലാ മുറിയിലത്തെ ഞാൻ ചെയ്യണോ? ഫാനൊക്കെ തുടങ്ങണം. എല്ലാ പൊടിയും, ഒരു പ്ലേസും ഇല്ല. ഇനി അടുത്ത ജോലി വർക്ക്ഷോപ്പ്. അത് ഞാൻ ചെയ്തോളാം. അത് മാമൻ ചെയ്താൽ ശരിയാവൂല. അവിടെ ഭയങ്കര വെയിറ്റ് ഒക്കെ ഉള്ള വണ്ടിയുടെ പാർട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും എടുത്തു മാറ്റാൻ മാമനെ കൊണ്ട് പറ്റില്ല. അതൊക്കെ എടുത്ത് മാറ്റി ആ കരി ഓയിലും ഗ്രീസും ഒക്കെ നല്ല വൃത്തിയായിട്ട് തുടക്കണം. അതപ്പോ രാമൻ ചെയ്യട്ടെ.
അതെന്തോ ചേട്ടത്തി ഇങ്ങനെ വൃത്തിയിടാക്കിട്ട് വർക്ക്ഷോപ്പ് ഞാൻ ചേട്ടത്തി നിന്റെ അച്ഛൻ വൃത്തിയിടാക്കിയിട്ട് തന്നെ വേറെ ആര് അച്ഛൻ നീ എന്നെ ചെയ്യും നീ പോയി ചെയ്യടാ. ഓക്കെ. കൂടെ നിന്നുണ്ട് പണിയാന്ന് എന്ത് ചേട്ടത്തി. പിന്നെ വീടിന്റെ മുറ്റവും പരിസരവും ഒക്കെ വൃത്തിയാക്കേണ്ട ഡ്യൂട്ടി മാമന്. ഓ ഞാൻ പറഞ്ഞു തെങ്ങിന്റെ മൂടെ കളച്ചിട്ട് ഉപ്പൊക്കെ ഇടണം. ഉപ്പ പോടാ. അതൊന്നും വേണ്ട, വൃത്തിയാക്കി തന്നാ മതി. ഇവര് അവരവരുടെ പണി തീർന്നിട്ട് ഇവരെല്ലാരും കൂടെ മാമനെ ഒന്ന് സഹായിക്കുകയും ചെയ്യും. അത് മതി അത് മതി. ഓക്കെ. പിന്നെ എനിക്കില്ലല്ലേ എനിക്കില്ലല്ലേ നിനക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പണി സിമ്പിൾ. ഇതാണ് എന്റെ അമ്മ കണ്ടുപിടി. ഇവിടുത്തെ ബാത്റൂം ഒക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാം. അയ്യേ അമ്മ ഒരു വൃത്തിയുടെ പണി എന്തിനമ്മ എനിക്ക് വൃത്തികെട്ട പണിയില്ല, വൃത്തിയാക്കണ പണി. അബ്ബാസിനെ വിട്ടുതരാം. അമ്മ എന്തോന്നമ്മ എന്തോന്നമ്മ ചുമ്മാ ഒന്നും ചെയ്താ പോരാ. ടൈലിന്റെ ഇടയിലൊക്കെ ഉള്ള അഴുക്കനൊക്കെ നല്ല വൃത്തിയായിട്ട് തുടച്ച് നല്ല തിളങ്ങണം. ഈർക്കലില് വേണമെങ്കിൽ പഞ്ഞി വെറ്റി തുടച്ചു. അപ്പൊ നിനക്ക് പണിയൊന്നുമില്ല? എനിക്ക് പണിയില്ലെന്നോ, അടുക്കള മൊത്തം ക്ലീൻ ചെയ്യണത് എന്റെ ഡ്യൂട്ടി. അത് അടുക്കള എപ്പോഴും ക്ലീൻ ആണല്ലോ. പിന്നെ അത് എന്റെ കഴിവ്. എല്ലാ ദിവസവും ഞാൻ വൃത്തിയായിട്ട് സൂക്ഷിക്കണോണ്ട് എന്റെ ജോലി കുറയും. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ ഞാൻ ആര് തരും? അമ്മ 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 മമ്മ. അമ്മ എപ്പോഴും ബാത്റൂം ക്ലീൻ ചെയ്തിരുന്നല്ലേ, പിന്നെ ഞാൻ വീണ്ടും ക്ലീൻ ചെയ്യണോ? ഒന്നും പറയണ്ട, ഇങ്ങോട്ട് പോയി ചെയ്തോ എല്ലാരും. ഓക്കോ. അല്ല നിങ്ങൾ പോണ്ട, ഞാൻ പോണേ. എന്റെ പണി തുടങ്ങട്ടെ, സമയം വേസ്റ്റ് ആക്കാനില്ല. അയ്യോ അവള് എല്ലാ മുറിയിലും ജനലും വാതിലും ക്ലീൻ ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചേ. എന്തുമാത്രം പണിയുണ്ടെന്ന് അറിയുമോ? മക്കളെ നീയും കൂടെ വാടി. നീ മോളെ അച്ഛൻ ബാത്റൂമിന്റെ പാതി ക്ലീൻ ചെയ്യൂ. നിനക്ക് ആകെ ബാത്റൂം ക്ലീൻ ചെയ്താൽ പോരെ. എനിക്കാണെങ്കിൽ ഈ വീടിന് എല്ലാ ജനലും വാതിലും ഒക്കെ ക്ലീൻ ചെയ്യണ്ടേ. ഈ വലിയ വീട്ടില് ഒരു ബാത്റൂമല്ലേ ഉള്ളൂ, എത്ര ബാത്റൂം ഉണ്ടെന്ന് അറിയോ? രാമ വണ്ടിയുടെ സാധനങ്ങളെല്ലാം വാരി ആക്രിക്കടയിൽ കൊടുത്താൽ ഞാൻ ആക്രിക്കട കൊടുക്കാം. മാമന്റെ കാര്യമാണോ പറഞ്ഞത്? വായി ചോദിച്ചു നോക്കിക്കൊണ്ടിരിക്കാതെ പോയി വർക്ക്ഷോപ്പിൽ വല്ല പണിയുണ്ടെങ്കിൽ ചെയ്യാറുണ്ട്. വർഷം പോയി നോക്കാം. കണ്ട ഞാൻ വർക്ക്ഷോപ്പ് ക്ലീൻ ആക്കാൻ ശനി വയ്യേ. അങ്ങനെ ശരീരം അനങ്ങി പണി ചെയ്യും. എന്തെല്ലാം നീ കാണിക്കുന്നത്? ശരീരം അനക്കാൻ പറഞ്ഞു. നീ അടിച്ചു പൊട്ടിക്കോ ഇവിടെയൊക്കെ. ശരീരം അനക്കി പണിയാനല്ലേ പറഞ്ഞത്? ഓ അതല്ലേ ചെയ്തത്. ഓഹോ, ഇങ്ങനെയാണ് ശരീരം അനങ്ങി പണിയുന്നത്. പിന്നെ അങ്ങനെ നിന്റെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. എന്ത് വേണം ഇപ്പം? നീ ഇപ്പം പണിയാൻ പറഞ്ഞതിന്റെ വൈരാഗ്യം ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒന്നിക്കാനാ പറഞ്ഞത്? നിങ്ങൾക്ക് പറമ്പ് പോയി കളക്കാനല്ലേ പറഞ്ഞത്? അത് ഞാൻ കളിച്ചോളാം. നിന്റെ അധികാരത്തെ വേണ്ട. നീ നേരെ വേണം പണി. ഒരു കുഴു മടിയനെ ലോകത്ത് കണ്ടിട്ടില്ല. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ആവശ്യമില്ലാത്ത പേരളെന്നെ വിളിച്ചോണ്ടല്ലേ കുഴിമടിയെ. നിങ്ങൾ ഈ വർക്ക്ഷോപ്പിൽ ഒരു പണി കിണി നിങ്ങൾ ഇവിടെ ഈച്ച അടിച്ചോണ്ടല്ലേ ഇരിക്കുന്നത്. നിങ്ങളൊരു സൈക്കിളിലെ ചെയിനിങ് ടൈറ്റ് മാസങ്ങൾ 6000 രൂപ ഈച്ച അടിച്ചോണ്ടിരിക്കുന്നത് നിന്റെ അച്ഛൻ. പോ, ഞാനല്ല. അച്ഛൻ തന്നെ പറഞ്ഞത്. ഇവനെ കൊണ്ട് തോറ്റല്ലേ നിന്റെ അടുത്ത് പണി. സാധനങ്ങൾ പണിക്കറിയില്ലേ കേട്ടാ. നീ എവിടെ അടുത്തറിയുന്നത്? വർഷാപ്പിലെ സാധനങ്ങൾ എടുത്ത് വെളിയറിയുന്നത് നിന്നാണ്ടല്ലോ. നീ സാധനം എടുത്തറിയുന്നതിന് ചുമ്മാ ആവശ്യമില്ലാതെ എന്റെ സാധനങ്ങളൊക്കെ എടുത്തറിയണ. നീ ഒരു വൃത്തിയാക്കാൻ പറഞ്ഞില്ലേ ഈ ചവറൊക്കെ വെച്ചേക്കണത്? ഇത് ചവറ. പിന്നെ എന്തിന്? ഞാൻ ശരിയാവൂല അവിടെ. ഞാൻ അവിടെ കണ്ട് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് വരാം. നേരെ വൃത്തിയാക്കാൻ പോണ ഞാൻ. എന്തോന്ന് വെച്ചത് ഇല്ലാതന? അത് മക്കളെ ഈ പൊടി അടിക്കുമ്പോഴേ തുമ്മൽ വരും. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇങ്ങനെ കെട്ടിവെച്ചു. അച്ഛാ വല്ലപ്പോഴൊക്കെ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ തുമ്മലൊക്കെ വരും. വല്ലപ്പോഴും ചെയ്യാനാ? ഞാൻ എപ്പോഴും ചെയ്യണ കാര്യങ്ങളൊക്കെ തന്നെ. ഓ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. നിന്റെ പണിയൊക്കെ കഴിഞ്ഞാ?
എന്റെ പണി കഴിഞ്ഞു. ഐ ആം വെരി ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. ഇത് പിടി ഇത് പിടി മക്കളെ ദൈനിയെ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടും കൂടെ ചെടി അങ്ങോട്ടും കൂടെ എന്തോന്ന് അടുത്ത ജനലൊക്കെ നീ ഒന്ന് തൂക്കടി. അയ്യോ ഇത് അച്ഛന് അമ്മ തന്ന പണിയല്ലേ? അമ്മ തന്ന പണി നിനക്ക് സഹായിച്ചൂടെ? എനിക്ക് സഹായിക്കാൻ പറ്റില്ല. പിങ്കി മോളെ അച്ഛനാണെങ്കിൽ ഒത്തിരി ഫയല് നോക്കാറുണ്ട്, അതുകൊണ്ടാണ്. ഫയല് നോക്കിയിട്ട് വന്നിട്ട് ചെയ്താൽ മതി. ചെയ്യടി. എന്റെ പൊന്നച്ഛ ഇവിടുത്തെ ബാത്റൂം ഒക്കെ കഴുകി കഴിഞ്ഞപ്പോ എന്റെ നടുവൊക്കെ ഒടിഞ്ഞ് എനിക്കങ്ങ് പറ്റുമത് ചെയ്യാൻ. ഓ നീ പോ, എനിക്കറിയാൻ ചെയ്യേ. അല്ലേലും ആവശ്യത്തിനൊന്നും ഉപകരിക്കൂല. മര്യാദ പെട്ടെന്ന് ചെയ്തോണോ അല്ലെ മണി വിളിക്കും ഞാൻ. ഓ മണിയെ വിളിച്ചാ നീ പോ, ബാത്റൂം ക്ലീൻ ചെയ്യപ്പോ. ഓ ഞാൻ കഴിഞ്ഞു. ഓ നടക്കാണ് വലിയ അമ്മച്ചിക്കാരിയായിട്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരും. അച്ഛാ എനിക്ക് അത് വേണം, ഇത് വേണം, പപ്സ് വേണം, ബേക്കറി പോണം. എങ്ങനെ എവിടെ ചവിട്ടി വെച്ചോണ്ട് വരുന്നത്? ഞാൻ തുറച്ചിട്ടേക്കുന്ന സ്ഥലമാണ്. എങ്ങനെ വെച്ചാലത് എന്റെ മുഖത്ത് ഇങ്ങനെ വഴക്കുറയാൻ തോന്നുന്നത്? തളർന്ന് പപ്പട മടയായിട്ട് നിൽക്കണേ ആണോ? പയ്യ എനിക്ക് അതിന് മാത്രം പണിയുണ്ടായിരുന്നു. ഒരു ചെറിയൊരു വർക്ക്ഷോപ്പല്ലേ ക്ലീൻ ചെയ്യാൻ പറഞ്ഞുള്ളൂ. എന്റെ ചേട്ടത്തി ചെറിയ വർക്ക്ഷോപ്പാണ്. എന്റെ അച്ഛൻ ജോലി ചെയ്യണ വർക്ക്ഷോപ്പാണെന്ന് കൂടെ ചേട്ടത്തി ഓർക്കണം. ഇനി എവിടെയൊക്കെ വേസ്റ്റ് തുണിയൊക്കെ തിരികെ വെക്കാൻ പറ്റുമോ അത് കംപ്ലീറ്റ് തിരികെ വെച്ചിട്ടുണ്ട്, അറിയാമോ? കുഴപ്പമില്ല, വല്ലപ്പോഴും ഒരിക്കല്ലേ, എന്നൊന്നും ചെയ്യണമെന്നില്ലല്ലോ. ഒന്നും പറഞ്ഞു എന്നും ചെയ്തെങ്കിൽ മരിച്ചേനെ. എന്നിട്ട് ഇത്ര ടയർഡായല്ലേ? അവശത. എല്ല് മുറിയെ പണിയെടുത്ത് ഇനി പല്ല് മുറിയെ തിന്നണം. അന്നെ തിന്നെ ഒന്നും ഉണ്ടാക്കിയില്ല. എന്തോ ഞാൻ പണി എടുത്തോണ്ടിരിക്കണല്ലേ ഉള്ളൂടാ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കള പണി തുടങ്ങാൻ. മാമ എവിടെ? അങ്ങനെ കാര്യം ചോദിക്കല്ലേ, കണ്ണി ചോദിക്കാത്ത മനുഷ്യൻ. ഞാൻ അങ്ങനെ മോൻ തന്നെ ശരിക്കും. അത് എന്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അടുത്ത് ചോദിക്കേ. ഇത്രയും പണി ചെയ്തിട്ട് അങ്ങോട്ട് പോയപ്പോഴേ ആ പുല്ല് പറിക്കാന്ന് എന്റെ അടുത്ത്. എന്നിട്ടെന്തോന്നു ആ കഷ്ടപ്പെട്ട് കുറച്ച് പുല്ല് പറിച്ച് എന്നിട്ട് വണ്ടിയുടെ അവിടെ പറിച്ചു. പിന്നെ ഞാൻ പറഞ്ഞ പിങ്കി വല്ല വിളിച്ച് പുല്ല് പറിക്ക്. എന്നിട്ട് കഥ എങ്ങോട്ടൊക്കെ നിക്കാണല്ലേ. എനിക്ക് കുറച്ച് വെള്ളം എന്താ അല്ല ചായ എടുത്തു. ചായ? ഓ അല്ലേ ചേട്ടത്തി കുറച്ച് ജ്യൂസ് എടുത്ത. നിനക്കിപ്പോ എന്തോന്നാണെന്ന് തെളിച്ച് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരും. എനിക്കിപ്പോ എന്തോന്നാണോന്നാ നല്ല ഗ്ലൂക്കോസ് ഇരിക്കുന്നു. ജ്യൂസ് തന്നെ കളിക്കോ, കട്ടി കിട്ടോ ഗ്ലൂക്കോസ്. ഓ എനർജി എല്ലാം തിരിച്ചു വന്നതാണ്. ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് എന്നാ പോരെ? അപ്പത്തേക്ക് എന്റെ മയ്യപ്പട്ടി എടുക്കും. ഞാൻ ഉണ്ടാക്കി തരാം. നീ ഇത് മൊത്തം തുടച്ചേക്കും. അപ്പൊ ഞാൻ ഉണ്ടാക്കി തരാം. ഇതുകൊണ്ടാണ് ഒരാളെ സഹായിക്കില്ലെന്ന് പറയുന്നത്. അയ്യോ തറയ്ക്ക് വേദനിക്കും. അതാണ് പറഞ്ഞത് പെട്ടെന്ന് കലക്ക്. എനിക്ക് ആരോഗ്യമില്ല. പണിയൊക്കെ കഴിഞ്ഞ എല്ലാരെ? തുമ്മല് പിടിച്ചാ? അയ്യോ എല്ലാത്തിനും ഇരിപ്പ് നോക്ക്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു പൂജ ഹോളിഡേയ്സ്? എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല മക്കളെ. ഈ ജോലി ഉണ്ടല്ലോ, ആഴ്ച ചോറും ഇവിടെ ചെയ്യിപ്പിക്കണം. പരിപാടി നടത്തിക്കാളല്ലേ? ആലോചിക്കാം മാമ. നല്ല പണിയെടുത്ത് ക്ഷീണിച്ചാണോ അല്ലേ? നാണം ഉണ്ടോ? നാണം. ചുമ്മാ നടന്ന് കണ്ട്രാക്കം വിട്ട് എന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തി ഇതെടുത്ത് അപ്പുറത്ത് പോയി അപ്പുറത്ത് എന്നിട്ടോ ഇത് നിക്കണല്ലാതെ ഭൂമിന്ന് കുനിഞ്ഞൊരു പുല്ല് പറിച്ച ഭൂമിന്ന് കുനിഞ്ഞ് എന്നിട്ട് ഇത് ഇടക്കിടക്ക് വെക്കണം. കണ്ട്രാക്ട് അടിക്കാനാണ് സഹായം നല്ലതെന്ന് പറഞ്ഞത്. ശല്യം എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു ദന്തപ്പടി. എന്തോ വായുധന അപ്പു എന്നെ വിളിച്ചില്ല സഹായിക്കാൻ. നീ ചെന്ന് ചാടിക്കൊടുത്തെങ്കിൽ ഞാൻ തളർന്നിരിക്കായിരുന്നു. എന്തായാലും മണി ഈ കലാപരിപാടി ഭംഗിയായിട്ട് വിജയിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, നീ ഇടയ്ക്കിടയ്ക്ക് ഈ പരിപാടി വെക്കും ഇവിടെ. അങ്ങനെ വെക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട്, അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ജോലി എടുക്കുന്ന ആൾക്ക് നല്ലൊരു സമ്മാനം പ്രഖ്യാപിക്കും. എന്നാലേ പണിയാനുള്ള ഒരു ഗുമ്മുള്ളൂ. അതെന്തായാലും പരിഗണിക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടാ, ആ സമ്മാനം അണ്ണനെ ഡെയിലി കൊടുത്തോളാം കേട്ടാ. ഈ പണിയെടുപ്പിക്കുന്ന ദിവസം ഞാൻ അങ്ങ് പോകും ചിന്നുവിന്റെ അടുത്ത്. എന്തായാലും പണി എടുപ്പിച്ചിട്ട് വീടും പരിസരമൊക്കെ വൃത്തിയായല്ലോ, എനിക്കത് മതി. അമ്മ എനിക്ക് നല്ല വിശപ്പുണ്ട്, തളർന്നിരിക്കാണ്. വല്ല എടുത്തോണ്ട് വാ. പോ. അയ്യേ ഒരു ദിവസം ഇപ്പോഴും പണിയെടുത്തപ്പോ എല്ലാവരും അങ്ങ് ക്ഷീണിച്ച് അവശരെ ആശുപത്രി കൊണ്ടുവിടേണ്ട അവസ്ഥയായി. അതെ, ഈ പണിയൊക്കെ ഞാൻ ദിവസം ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കണതാണ്.
മനസ്സിലായ? ഇപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായല്ലോ എല്ലാത്തിനും. മനസ്സിലായത് കാര്യം നമുക്കത് പരിചയമില്ല. ഇങ്ങനെയൊക്കെയാണ് ശീലമാണത്. കൊള്ളാമ്മ. അമ്മ പ്രതികാരം വീട്ടിയതാണല്ലേ ഞങ്ങളടുത്ത്. അമ്മ ഇത് പറഞ്ഞത് നന്നായമ്മ. ഇല്ലെങ്കിൽ എനിക്ക് കുറ്റബോധം അടിച്ച് ഞാൻ അങ്ങ് നശിച്ചു പോയാൽ. കുറ്റബോധം എന്തിന്? ഞാൻ ബാത്റൂമിനകത്ത് കയറിയപ്പം എല്ലാം നല്ല നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് കിടക്കുന്നു. അപ്പൊ ഞാൻ 2 മഗ് എടുത്ത് വെള്ളം കോരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നു. പരമ വൃത്തിയോടുള്ള. അപ്പൊ നീ ഒരു ജോലിയും ചെയ്തില്ലല്ലേ? അല്ല കെട്ടില്ല അഭിനയം നിന്റെ. മിസ്റ്റർ രാമൻ, മെത്തഡ് ആക്ടിങ്, യുനോ, മെത്തഡ് ആക്ടിങ്. ഒറ്റ അടി നീ മെത്തപ്പ കിടന്ന് ഉറങ്ങും. നീ 7 ദിവസം കഴിഞ്ഞ് എണീക്കുള്ളൂ. നല്ല 2 കൊടുക്കുന്നുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ആരും മനസ്സിലാക്കില്ല അഭിനയാണെന്നല്ലേ? നല്ല പടുക. അപ്പം അഭിനയിച്ചും ശരിക്കും പണിയെടുത്തും കൺട്രാക്ട് വിട്ടൊക്കെ എല്ലാരും ക്ഷണിച്ചിരിക്കല്ലേ? ഞാനേ കുളിച്ചിട്ട് വന്നിട്ട് ഭക്ഷണം തരാവേ. ഒരു ചേട്ടൻ നല്ല വൃത്തിയായിട്ടാണ്. കുറച്ച് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് 3 പ്രാവശ്യം തലയെ തളിച്ചാൽ മതി. ഇല്ലടാ, ഞാൻ നന്നായിട്ട് പണിയെടുത്തതാണ്. നീരാടിയിട്ടേ വരുള്ളൂ. വെയിറ്റ് ചെയ്യണേ. എടി കള്ളി, നീ കള്ള പണി ചെയ്തത് മാത്രമല്ല, ഞാനവിടെ പണിഞ്ഞോണ്ടിരുന്നപ്പോഴേ ഇവള് വന്നപ്പോ ഞാൻ പറഞ്ഞു, മോളെ ഇത്രയും ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയപ്പോ വയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കളഞ്ഞു. സഹായിക്കാൻ നിന്നില്ല അവള്. എനിക്ക് സഹായിക്കാൻ തോന്നിയില്ല. അതെങ്ങനെ? ഇവനെ കണ്ടല്ലേ ഇവള് പഠിക്കുന്നത്. ഈ പെണ്ണ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഉടനെ കണ്ടല്ലേ പഠിക്കണത് അങ്ങനെ പറയണത്. എപ്പോഴും നിന്റെ കൂടെ നടക്കുന്നത്. എന്നിട്ട് നിങ്ങളെ സ്വഭാവമാണല്ലോ കിട്ടിയത്. ഇപ്പൊ എന്ത് പറഞ്ഞാലും സമ്മതിച്ചില്ല കേട്ടോ. അല്ല, അത് മാമൻ പറഞ്ഞ ശരിയാണ്. നിന്റെ ശിഷ്യയാണ്, നീയാണ് എപ്പോഴും കൂടെ കൊണ്ട് നടക്കണത്. അവളെന്റെ കൊച്ചു തന്നെ. പോട്ടടി, ഞാൻ അങ്ങ് ക്ഷമിച്ചു. നിനക്കൊരു പണി തരുന്നുണ്ട് ഞാനും. നീ കണ്ണൊന്നും കാണിക്കണ്ട. നിങ്ങളെ കാഴ്ച എനിക്ക് ഫുഡ് പ്ലേറ്റ് എവിടെ? നീ പോയി എടുത്ത് കഴിക്കും. എടുത്തു പോയി കഴിക്കാൻ. അപ്പൊ ഇതിനകത്തൊന്നുമില്ലേ? ഇതിനകത്തില്ല അമ്മ. അതിനകത്തുള്ളത് എടുത്തോണ്ട് വാ. അടുക്കളയിലുള്ള അതിനകത്തൊന്നും ഇല്ല. നീ കഴിച്ചില്ലായിരുന്നല്ലേ ഫുഡ്? ഞാൻ കഴിച്ചില്ല. ഞാൻ കുളിച്ചിറങ്ങി വന്നപ്പോ ഇവരൊക്കെ ഇരുന്ന് കഴിക്കണം. ഞാൻ വിചാരിച്ചു നീ കഴിച്ചിട്ടായിരിക്കും പോയെന്ന്. ബാക്കി 2 ചപ്പാത്തി ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് വെച്ച് കഴിച്ചതേ തീർന്നതേ ഉള്ളൂ. അയ്യോ, അപ്പൊ ഞാൻ എന്തോന്ന് കഴിക്കും? അമ്മ എനിക്ക് വിശക്കണമ്മ. ഇനിയിപ്പോ എന്തു ചെയ്യും? തീർന്നടി ഭക്ഷണം. അമ്മ എനിക്ക് വല്ലതും ഉണ്ടാക്കി തരുമോ? അയ്യോ, ഞാൻ ഇനി അടുക്കളയിൽ കയറൂല. ആന്തമ്മ കയറിക്കൂടാ. ദോഷം കിട്ടൂടി. ദോഷം എല്ലാരും പൂജ വെച്ചില്ലേ? അത് ചേട്ടനെ പൂജ വെച്ച് അടുക്കള സാധനങ്ങളെല്ലാം കൊണ്ട്. ആര് ചോദിച്ചിട്ട്? നിന്റെ അടുത്ത് ചോദിക്കണോ? ഒന്നുമില്ല. ഇപ്പോ ചോറുണ്ടോ? ഉണ്ടാ? എനിക്കറിയാം. ചെറിയൊരു പണിയുണ്ട്. പക്ഷെ എന്ത്? കുറച്ച് അരി എടുത്തിട്ട് കഴുകിയിട്ടേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസിൽ വെക്കണം. അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോൾ ഇങ്ങനെ അരി ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും. ഒരു 1/4 മണിക്കൂറിൽ. അത് കഴിഞ്ഞാൽ ഇച്ചിരി വാർത്ത് കഴിഞ്ഞാൽ ചോറ് വയ്ക്കും. ഞാൻ ഉണ്ടാക്കണം അല്ലേ? അങ്ങനെയാണെങ്കിലേ നീ കുറച്ച് കറിയും കൂടെ ഉണ്ടാക്കും. ഓ, അത് മതി. ടേസ്റ്റ് ആയിട്ട് കഴിക്കാം. എനിക്ക് മനസ്സിലായി നിങ്ങളുടെ തമാശ. ഞാൻ തോറ്റ. എനിക്ക് വിശക്കണം. ഫുഡ് എടുത്തോട്ടോ. കളിക്കാൻ എനിക്ക് സമയമില്ല. തമാശ മോളെ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. ഇവിടെ ഫുഡൊന്നും ഇല്ല, എല്ലാം ഫിനിഷായി. മദർ പ്രോമിസ്. പ്രോമിസ്. പിങ്കി പ്രോമിസ്. ഫുഡില്ല. ഉറപ്പ്? ഇല്ലെന്ന് പറഞ്ഞില്ല. ഇല്ല, തീർന്നു. ഒരു ഐഡിയ ഉണ്ട്. നീ നേരത്തെ ചെയ്തില്ലേ മെത്തേഡ് ആക്ടിങ്? അതായത് പണി എടുക്കാതെ പണി എടുത്തെന്ന് പറഞ്ഞ് ക്ഷീണിച്ചൊക്കെ നടന്നില്ലേ? അതുപോലെ ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം കഴിച്ചെന്നിങ്ങനെ അഭിനയിച്ച് കാണിച്ചേ. കരയല്ലേ. പോട്ട്. ഒരു ചൊല്ലുണ്ട്, പൊട്ടനാ ചെട്ടൻ ജയിച്ചാലേ ചെട്ടനെ ദൈവം ചതിക്കും.